ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ പനി മാറിയൊന്ന് 1-2 പേര് വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പനിയൊക്കെ മാറി ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നമ്മളതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഇത്രയും നമുക്ക് സബ്സ്ക്രൈബേഴ്സും പിന്നെ വാച്ച് അവറും ഒക്കെ കൂടിയത് നിങ്ങൾ ഓരോരുത്തരും കാരണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് മുന്നോട്ട് പോവാൻ. അപ്പോൾ എല്ലാവരും പറ്റണ പോലെയൊക്കെ നമ്മളതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞണ്ട് കറി വയ്ക്കാനും അത് വൃത്തിയാക്കാനും നന്നാക്കാനും ഒന്നും അറിയില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ സംഭവം കാണുന്നത് തന്നെ. അപ്പോൾ ഏട്ടാ അത് കണ്ടപ്പോൾ ഒന്ന് മേടിച്ചു കൊടുന്നതാണ്. അന്ന് എന്തായാലും അത് എന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ഇത് നന്നാക്കിയിട്ട് നാളെ തന്നെ വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ വീഡിയോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ കിച്ചുമോനൊരു നിർബന്ധം അതിപ്പോൾ തന്നെ നന്നാക്കിയിട്ട് കറി വയ്ക്കാമെന്ന്. അപ്പോൾ അവർക്കത് കണ്ട സന്തോഷത്തിലായിരിക്കും. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. എന്നാലും സാരില്ല, അത് എനിക്ക് നന്നാക്കാനും അറിയില്ല. അപ്പോൾ വേഗം ഒരു യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടു. അതിൽ നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്യാൻ വേഗം പറ്റി. അങ്ങനെയൊക്കെ അറിയാത്തത് കൊണ്ട് തന്നെ കുറേ സമയം എടുത്തു കേട്ടോ അത് ക്ലീനാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എടുത്താലും അതൊക്കെ വൃത്തിയാക്കി എടുത്തു. അത് നല്ലപോലെ വൃത്തിയാക്കാതിരിക്കുക അല്ലെങ്കിൽ വേവിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ വയറിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മൾ അത് അതിൻ്റെ രീതിയിലൊക്കെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ഇരുന്ന് കുറേ നേരം വൈകി ഇരുട്ടായി തുടങ്ങി. പിന്നെ നല്ല വെളിച്ചമുള്ളപ്പോഴാണ് ഇരുന്നത് കണ്ടപ്പോൾ ഇത് ഇരുട്ടായി തുടങ്ങി. അങ്ങനെ അതൊക്കെ നന്നാക്കി എടുത്തു. വൃത്തിയാക്കിയിട്ടൊക്കെ റോസ്റ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഞാനിങ്ങനെ ഇത്രയും വീഡിയോ ഇടുന്നു. ഇത്രയും വീഡിയോ ആകുമ്പോഴേക്കും നമുക്ക് വാച്ച് അവറും പിന്നെ സബ്ബൊക്കെ കയറി വരുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയുമ്പോൾ കുറച്ച് വീഡിയോ ഇട്ടിട്ടുള്ളൂ. മുന്നേ ഒരു 2 വർഷം മുമ്പേ ആയിട്ടൊക്കെ ഒരു 13 വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഒരു 42 വീഡിയോ, കറക്റ്റ് 42 വീഡിയോ, 40 വീഡിയോ നമ്മുടെ ഇതാണ് വ്ളോഗാണ്. 2 ഷോർട്സാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കിപ്പോൾ 1 മാസവും 10 ദിവസമാണ് കറക്റ്റ് ഞാൻ വീഡിയോ എന്താണെന്ന് യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അറിഞ്ഞു തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സറിഞ്ഞ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 1 മാസവും 10 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് മുന്നേ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് പിള്ളേർക്ക് സ്കൂളില്ലാത്ത സമയത്ത് കിച്ചുമോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ വീട്ടിലോരോ പണികളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ എൻ്റെ പുറകെ നടന്നിട്ട് എടുക്കും. വീഡിയോ എടുത്തിട്ട് അവൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് വോയിസ് കൊടുക്കും. അല്ലാന്ന് വെച്ചെങ്കിൽ അവൻ വെറുതെ മ്യൂസിക് ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആദ്യം വീഡിയോ ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു 13 വീഡിയോ മുന്നേ ഉള്ളത്. പിന്നെയുള്ള 42 വീഡിയോ എടുത്തത് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാനുണ്ട്, എനിക്ക് ചെയ്യാനും എന്തെങ്കിലും ഉണ്ട്, എന്നെ അറിയാനും ആരെങ്കിലും ഉണ്ട് എന്നൊക്കെ അറിയാൻ തുടങ്ങി. ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് അതിൽ നിന്ന് ഭയങ്കര പിന്നെ വീഡിയോ ഇടണം, ദിവസവും വീഡിയോ ഇടണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 2 ദിവസം എനിക്ക് ഭയങ്കര പനിയും ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും എനിക്ക് ഈ വീഡിയോ ഇടേണ്ട ആ ഒരു മനസ്സിൽ ഉള്ള കാരണം കൊണ്ട് നമ്മൾ വീട്ടിലെ പണികൾ തീരാതിരിക്കുകയോ അല്ലെങ്കിൽ വീഡിയോ ഇടാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒക്കെ നടന്നുകൊണ്ടിരുന്നു നമ്മളെ. അപ്പോൾ നമ്മുടെ ഒന്നുമല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഈ ചാനൽ. അങ്ങനെ നമ്മൾ ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും കറിവേപ്പിൻ്റെ ഇലയും പെരിഞ്ചീരകവും
കൂടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച്, മണ്ണിൻ്റെ ചീനിച്ചട്ടി തന്നെയാണ് കേട്ടോ അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ സവോള അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളതില്ലേ, ഇഞ്ചിയൊക്കെ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവ് പോലെ തോന്നി. അങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ ആ വെളുത്തുള്ളിയൊക്കെ ഇടണേൽ ക്രഷ് ചെയ്തിട്ടല്ലേ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് മുഴുവനായിട്ടും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി നിറച്ച് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ നമ്മൾ കുരുമുളകും പച്ചമുളകും ഇട്ടതല്ലേ അങ്ങനെ അതും, പിന്നെ 1 ടീസ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട്, ചെറിയൊരു ടീസ്പൂണിനാണ് അത്. ആദ്യം അര ഇട്ട് കൊടുത്തത്, പിന്നെ ഒരു അരയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞണ്ടല്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. തക്കാളി അത് നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് ഉടഞ്ഞിട്ട് വരുമ്പോഴാണ് ഇത്തിരി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1 ടീസ്പൂണോളം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട്, നമ്മൾ പൊടിച്ച് വയ്ക്കുന്ന മസാലപ്പൊടി. അങ്ങനെ നമ്മളെ കഴുകി വെച്ച ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഞണ്ടിന് അത്യാവശ്യം പിന്നെ വേവുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റോളമൊക്കെ നല്ലോണം വേവിക്കണം. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. എന്നാലും ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളം വേറെയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞണ്ട് റോസ്റ്റ് ചെയ്തെടുത്തത്. ഇത് മറ്റേ നൂൽപുട്ടിൻ്റെ കൂടെയും ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കാനും ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അധികം അതിൽ നിന്ന് കഴിക്കാൻ വലിയ മാംസമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ കഴിക്കണത്, എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടാ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഞണ്ട് റോസ്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഞണ്ട് റോസ്റ്റും കഴിച്ചു. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.